നമ്മളെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ രാവിലെ എന്ന് പറയാൻ പറ്റില്ല, ഇതൊക്കെ ഒരു 11 മണി കഴിഞ്ഞു. ഇന്നലെ മൂവി കണ്ടിട്ട് കിടക്കുമ്പോൾ അത്യാവശ്യം സമയം വൈകി. അതുകൊണ്ട് നമ്മളിതാ ഇപ്പോഴാണ് ഷട്ടിൽ കളിക്കാൻ പോണത്. നമ്മൾ ജിമ്മിന് പോണ പോലെ, ജിമ്മിന് ഞാൻ പോകാറില്ല, ജിമ്മിന് പോണ പോലെ ഷട്ടിലൊന്നും കളിക്കണല്ലോ അല്ലേ അല്ലേ അപ്പൊ നമ്മളിതാ ഷട്ടിൽ കളിക്കാനായിട്ട് ആയുധങ്ങളൊക്കെ ആയിട്ട് പോവാണ്. നടന്ന് ഇവിടെ ആയുധങ്ങൾ ഇതാ. അപ്പൊ അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. അവിടെ 3-4 പേര് നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇനി നമ്മള് നേരം വൈകുകയാണെങ്കിൽ നമ്മളെ തെറി പറഞ്ഞ് അഭിഷേകം ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാലഭിഷേകം എന്നൊക്കെ കേട്ടില്ല, അതുപോലെ തെറി അഭിഷേകം നമ്മൾ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ അവിടെ എത്തിയിട്ട് അവരുടെ വായനക്ക് എന്ത് കേൾക്കും നമുക്ക് അവിടെ പോയിട്ട് കാണാം. ഓക്കെ ഗൈസ്, നമ്മൾ കളിക്കാൻ വരുന്നത് ബാനർജി ക്ലബിലാണ് കേട്ടോ. ബാനർജി ക്ലബില് നമ്മുടെ സെക്യൂരിറ്റി ചേട്ടൻ നമ്മളോട് പറഞ്ഞു ഇവിടെ പറക്കണം. അപ്പോൾ അവിടെ പറക്കാൻ ചേട്ടൻ ഭയങ്കര ഒരു ഭാവം, വണ്ടി പറക്കാൻ സ്ഥലമില്ല. ദൈവമേ, എന്നും മന്ദബുദ്ധികളാന്ന് തോന്നുന്നു. കാർ ഓടിക്കാറില്ല, പക്ഷെ എനിക്ക് തന്നെ കാർ ഓടിക്കാറിയാം. എന്താ ഗൈസ്, കാർ ഓടിക്കുന്നത് നമ്മുടെ എല്ലാമല്ലമായ പൂങ്കുന്നത്തെ സുന്ദരിമാരുടെ കണ്ണിലുണ്ണിയായ നമ്മുടെ തലയിൽ കൈ വീണു അഭിഷേക് ചേട്ടൻ. ഞാൻ ഫുള്ള് പറയുന്നില്ല പേര്, അപ്പൊ ആൾക്കാർക്ക് തിരിച്ചറിയും. ഞാൻ ഫുള്ള് ആളെ കാണിക്കുന്നില്ല. ആൾക്ക് ക്യാമറയിൽ കാണിച്ച സുന്ദരിമാർ വന്ന് ഹലോ ഹായ് പറയും, നമ്പർ ചോദിക്കുന്നുള്ള പേടി കൊണ്ടാണ് ആളെ കാണിക്കാത്തത്. ഓക്കെ, എന്താ നിൽക്കുന്നവരാണ് നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർ കേട്ടോ. കണ്ടില്ലേ പാവങ്ങൾ, അവിടെ ആൾ കിടക്കാണ് തോന്നുന്നത്. വെയിറ്റ് ചെയ്ത് പാവം തളർന്നുറങ്ങിയിട്ടുണ്ട്. നമ്മളെ വെയിറ്റ് ചെയ്ത് പാവട്ടോ. എന്തെങ്കിലും പറയാണ്ടോ? നേരം വൈകി ഞങ്ങൾ ചെയ്ത പറയാണ്ടോ? ഇല്ല, ഒരാളിവിടെ ചത്ത പോലെ കിടക്കാണ്. എന്താ പറ്റിയെന്ന് അറിയില്ല. എന്റെ ഇല്ല. അപ്പോ നേരം വൈകിട്ട് നമ്മുടെ ശാംശന് എന്തെങ്കിലും പറയാനുണ്ടോ? ഉറങ്ങായിരുന്നു ഇത്ര നേരം, ചത്ത പോലെ കിടക്കായിരുന്നു. എല്ലാം പറയാനുണ്ടോ? വേർത്ത് കുടിച്ചത് പാവം എത്ര നേരം കളിക്കണ്ടായിരുന്നു ഇവിടെ. ഇങ്ങനെയാ നോക്ക് ഗൈസ്, കണ്ടോ? ഈ സമയം കൊണ്ട് നല്ല ചൂടുണ്ട്, വേർത്തൊരു വിധമായി. ഫാൻ അന്വേഷിച്ച് പോവാ ഞാൻ. അമ്മേ വയ്യ ഗൈസ്, വയ്യ. അതാ ഒരു കളിക്കോട് കളി വരെ കളി കണ്ട് ഞാൻ ചിരിച്ച് വയ്യാണ്ടായി മരിച്ചു ഗൈസ്. ഞാൻ തിരുക്കണ മനുഷ്യന്റെ ഇഞ്ചോടിഞ്ച് പോരാട്ടെ ഗൈസ്. ഔട്ടാ, വീഡിയോയിലുണ്ട് വീഡിയോ എടുത്തിട്ടുണ്ട് ഞാൻ. അത് നമ്മുടെ ഷാബു ചേട്ടൻ പ്രകടനമാണ് ഗൈസ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. ഷാബു ചേട്ടാ പെട്ടക്കി, നിങ്ങളില്ലേ വീഡിയോയില്? നിങ്ങൾ എത്ര ചോദിച്ചു പറഞ്ഞോണ്ടിരിക്കണേ അല്ലേ? അയ്യോ എന്തത്? ഷാബു ചേട്ടൻ വീണ്ടും മുന്നേറിക്കൊണ്ടിരിക്കുകയല്ല എന്ന് പറഞ്ഞോണ്ട് ആരത്തിത് ഷാബു ചേട്ടാ കളിക്കങ്ങട് ഉഷാറില്. ആ വാവ്, ഷാബു ചേട്ടൻ പ്രകടനമാണ് കണ്ടോണ്ടിരുന്നത്. ഗൈസ്, ഇവിടെ ഒരാൾ വാഗ്ദാനമൊക്കെ കൊടുത്തിട്ടുണ്ട്. പുള്ളിന്റെ അടുത്തത് എന്തായിരിക്കും? പൊളിക്കും നമ്മുടെ ശ്രീരാം ചേട്ടൻ. എന്താവോ ചിരിക്കാവോ എനിക്ക് ഇവിടെ കളി കണ്ടിട്ട്. അണ്ണാ വിളിയിലാണെല്ലാം നിങ്ങളെടുത്ത അതുപോലെ തന്നെ നോക്കണേ. അടിച്ചായിരിക്കും ഞാൻ. അതെ, ഈ നിൽക്കുന്ന മനുഷ്യൻ ഒരു കൊതുവിനടിക്കുന്ന പോലെയാണ് കേട്ടോ ബാറ്റ് അടിക്കുന്നത്. നോക്കോ, നിഷ്കളങ്കമായി മോത്തിക്കൊന്ന് നോക്കിയേ. പാവ അറിഞ്ഞിട്ട് കൂടി ഇല്ലേട്ടാ. പോരട്ടെ. ഓ എന്റെ അമ്മേ, ഇരുന്നിട്ടുള്ള കടി. ഗൈസ്, സത്യത്തിൽ ഒരു കാര്യം പറയട്ടെ, ഇവര് കളിച്ച് പഠിക്കരായതാണോ അതെന്തായതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ചിരിച്ചിരിക്ക് കളിക്കാം വന്ന് ചിരിച്ചിരിച്ച് എനിക്ക് വയറുവേദന തുടങ്ങി ലാസ്റ്റ്. എന്താ ചെയ്യാ, അണ്ണനെ തളർത്താൻ അണ്ണി ഇരിക്കുന്നുണ്ട് ഇവിടെ. ഓ ഷാബു ചേട്ടൻ, എന്റെ മുഖത്ത് പിരുന്നനെ എന്നല്ലേ കാണണേ. ഓ സ്കോർ പറഞ്ഞ
ഗൈസ് നമ്മളിതാ ഷട്ടിൽ 2.6 വ്യൂസ് 2.8 കളിയൊക്കെ കൈ കാണിച്ചില്ല കാല് കുളത്തിലിരിക്കണ തമാശല്ല കുളത്തിലിരിക്കുക കാലിട്ടാട്ടുക കുളത്തിരുന്ന് കാലിട്ടാട്ടിയാ മതിയോ ഗൈസ് ഒന്ന് മിണ്ടായിട്ടൊക്കെ കൂടിയിട്ട് ഗൈസ് ഞാൻ 100 വട്ടം പറഞ്ഞോണ്ടിരിക്കുന്നു. എന്റെ ആ പിച്ചേട്ട ഞാൻ കാണിക്കുമ്പോ നിങ്ങളുടെ മുഖം മിണ്ടാണ്ടിരുന്നോ ഭീഷണിയൊക്കെ. അപ്പൊ ഗൈസ് നമ്മളിതാ ഷട്ടിൽ കളിയൊക്കെ കഴിഞ്ഞു. AC ഉണക്കട്ടേക്കാണ് തന്നെ. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോ എവിടേക്കാ പോകുന്നത്? ഭക്ഷണം കഴിക്കാൻ. ഹലോ പറ എവിടേക്ക് പോണ? എവിടേക്ക് പോണേന്ന് പറ. എനിക്കറിയില്ല. ഭക്ഷണം കഴിക്കാൻ പറ. ഇങ്ങനെ പറ ഭക്ഷണം കഴിക്കാൻ. അതെ നമ്മള് ഭക്ഷണം കഴിക്കാൻ പോട്ടെ കേട്ടോ. വയ്യ ഇപ്പൊ തന്നെ സമയം 2 മണിയായി ഗൈസ്. നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മൾ ഷട്ടിൽ കളിക്കാന്ന് വിചാരിച്ചു ഫുഡൊക്കെ അടിച്ച് കഴിയുമ്പോ. പക്ഷെ ഇവര് വേണ്ടെന്ന് പറഞ്ഞ് തളർത്തുന്നു. എങ്ങനെയെങ്കിലും ഒന്ന് വണ്ണം കുറയ്ക്കാൻ നോക്കുമ്പോ ഇപ്പൊ കിട്ടുവടി. നമ്മളിനിപ്പോ എങ്ങോട്ടാ പോകുന്നത്? ഇവിടെ ഒരാള് സൗന്ദര്യം നോക്കി തുടങ്ങിയിട്ടുണ്ട്. കൈ കൊണ്ടൊക്കെ ഇരിക്കുന്നേ. മാത്രമേ ഇവള് കാണിക്കുന്നുള്ളൂ അല്ലേ? പക്ഷെ നിങ്ങളെ കാണിക്കണതുണ്ടല്ലേ? നിന്നെന്താ കാണിക്കാത്ത? വേണ്ടാന്നുണ്ട് കാണിക്കട്ടെ അഭിചേട്ടനെ. അല്ല കാണിക്കട്ടെ. അതെന്താ നിന്നെ കാണിച്ചെന്താ? പ്രൈവസിയാ. എനിക്കറിയാത്ത 3 മണ്ണുകളുടെ കൂടിയാണ് ഞാൻ വണ്ടി ഓടിക്കുന്നതെന്ന് കേട്ടാൽ നിങ്ങൾക്ക് എന്ത് തോന്നും? അത്ഭുതം തോന്നണം. യെസ് ഞാൻ അല്ലാടും. ഇതാണ് ഫസ്റ്റ് വണ്ടി ഓടിക്കാറാത്ത ആള്. ഓ ഇങ്ങൊരു വയനാടിക്ക് വണ്ടി ഓടിച്ചിട്ടായിരുന്നു എന്റെ ഭഗവാനെ. എക്കോ സ്പോട്ടും കൊണ്ടാ പോയത്. എന്റെ കിഡ്നി ഇങ്ങോട്ട് ചെരിഞ്ഞു. നേരെ ഉണ്ടായിരുന്ന കിഡ്നി എവിടെയാന്നറിയോ നിങ്ങൾക്ക്? പറയൂ ശ്യാമചേട്ടൻ പറ. കിഡ്നി എവിടെയാ? അഭിചേട്ടൻ പറ കിഡ്നി എവിടെയാ? ഏറ്റവും താഴെ. അയ്യ ചളിയലക്കാൻ ഇവരെ കണ്ട് വേറെ ആൾക്കാരുള്ളൂ. കിഡ്നി നമ്മുടെ എവിടെയാന്ന് ചോദിച്ചാൽ എനിക്ക് പറഞ്ഞു കൊടുക്കും. പറ. പിന്നെ എന്താ അതാണ് ഇതൊക്കെയാണ് വ്ലോഗ്. അതെ ഷവർമ കഴിച്ചിട്ട് ഭയങ്കര ഫാൻസ് ആയിരുന്നു. 720 യെസ്. ഓ എങ്ങനെയുണ്ട് ഗൈസ് എന്റെ യേഴ്സ്? ചേട്ടനെ ഇവിടെ ഒരാളെ 720 മലയാളത്തില് 720 ചേട്ടാ. അത് ഞാൻ ഇവിടെ ഒന്ന് പറഞ്ഞു ഇംഗ്ലീഷില്. ആൾക്കത് മനസ്സിലായില്ല തോന്നുന്നത്. 720 നമ്മളിതാ പെട്രോൾ അടിക്കാൻ വന്നേക്കാണ്. ഇതിലിപ്പോ ഏതാ അടിച്ച? ഡീസലാണ് പെട്രോൾ അല്ല. ആള് ഡീസല് പെട്രോളാണ്. ഏതാന്ന് ഇതില് അടിക്കാറുന്ന്? ഡീസല് പെട്രോൾ അടിച്ച വില വേഷ് ഇൻകോസ്റ്റസിനില് പോണ പോലെ പോവാം. ഒന്നുകൂടി കൂടാം. ഇവരാണ് നമ്മുടെ പെട്രോൾ അടിക്ക് ടീം കേട്ടോ. 300 അവരുടെ ഭാഷയൊക്കെ നല്ല രസം. 300 അതെ അല്ലേ. പിന്നെ അത് ഫോണൊക്കെ നോക്കൂല്ലേ? വ്ളോഗ് എടുക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല. അതെ ഓ പൈസ കൊടുക്കാൻ വെറുതെ ഇരിക്കാമല്ലേ? 20 അഭിഷേക് കൃഷ്ണമൂർത്തിക്ക് 36 years old. സുന്ദരൻ സുമുഖൻ രൂപ മാസ ശമ്പളം. പെണ്ണിനെ നോക്കുന്നുണ്ട്. രാഹുൽ. ദൈവമേ മലയാളികളുടെ പേരാ. ബ്ലോഗ്
ഇത് വളരെ സത്യസന്ധമായ കാര്യമാണ്. അതെ. അഭിഷേക് കൃഷ്ണമൂർത്തി എന്ന ആൾ, yes. 36 വയസ്സായിട്ടുള്ള ആ ആൾ ഈ റോഡിനെ പറ്റി പറയും. കാലം കുറെ ഈ റോഡ് ഇങ്ങനെ നീ പറയാ തൃശ്ശൂര് തൃശ്ശൂർ പറ ചേട്ടൻ പറ. ജനപ്രതിനിധി എന്ന നിലയിൽ ഞാനൊരു സാധാരണക്കാരനാണ്. മാസം കുറെ ഈ റോഡ് ഇങ്ങനെ കിടക്കണം. ഏത് റോഡാ? സ്ഥലം പറയൂ. ഇത് പൂങ്ങുന്ന ഗുരുവായൂർ പൂങ്ങുന്ന റോഡ്. ആ ക്ലാസ് എത്രയും പേര് ബിസിനസ്സുകാരും യാത്രക്കാരും ഒക്കെ വളരെ കാലമായിട്ട് ബുദ്ധിമുട്ടാണ്. അശാസ്ത്രീയമായ റോഡ് പണി, ഗതാഗത പരിഷ്കാരം. അത് നീ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നീയാണ് ഇൻഫ്ലുവൻസർ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ പറയാൻ വന്ന കാര്യം അഭിഷേക് ചേട്ടന്റെ കല്യാണമായിരുന്നു. അത് 36 വയസ്സാണ് അഭിഷേക് ചേട്ടന്. അത് പെണ്ണാലോചിക്കുന്നുണ്ട്. ഫോട്ടോ ഞാൻ ഇൻസ്റ്റയിൽ അയക്കാൻ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, അടുത്ത് നമ്മുടെ ശ്യാമു ചേട്ടൻ പറഞ്ഞ കാര്യം, നമ്മുടെ റോഡിന്റെ കാര്യം. നമ്മളിപ്പോ പൂങ്കുന്നത്ത് കൂടെ പോണ റോഡാണ് കേട്ടോ. പൂങ്കുന്നം പുഴക്കൽ ഭാഗത്തുള്ള റോഡാണ്. ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, സത്യമാണ് പറഞ്ഞു കേട്ടോ. ആള് ഒരു സാധനത്തിന്റെ ഒരു കാര്യം പറയട്ടെ. ഇതിന്റെ ഒരു ചെറിയൊരു ഇതുണ്ട്, അനൗൺസ്മെന്റ് ഉണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലെ വളരെ ഫണ്ണി ആയിട്ടുള്ള അഭിഷേക് കൃഷ്ണമൂർത്തി ലീഡ് ചെയ്യുന്ന ഒരു കോമഡി ചാനല് ഒരു കോമഡി ചാനല് ഞങ്ങൾ അനൗൺസ് ചെയ്യുന്നുണ്ട്. അതിന്റെ അകത്ത് അഭിഷേക് കൃഷ്ണമൂർത്തി ലീഡിങ് ആയിരിക്കും. ബാക്കി ഞങ്ങൾ എല്ലാവരും സബ് റോളിൽ ഉണ്ടാവും. അപ്പൊ ഗൈസ്, നമ്മുടെ ഈ റോഡിന്റെ കാര്യത്തിൽ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. റോഡിന്റെ പണി എന്തായാലും പെട്ടെന്നൊന്ന് പൂർത്തീകരിക്കാൻ നോക്കുക. കാരണം എന്താന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബസ്സുകാർക്കായാലും അതെ, യാത്ര ചെയ്യുന്ന എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ കല്യാണം കഴിയാത്ത നമ്മുടെ 36 വയസ്സുള്ള അഭിഷേക് കൃഷ്ണമൂർത്തി എല്ലാ യുവാവ് ഇഷ്ടമാണ് ഗൈസ്. ഇത് ചില എന്താണ് പറയാ പേരാണ് ശ്യാമളൻ. കല്യാണം കഴിയാണ്ട് നിൽക്കാണ്. എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമുണ്ട്. റോഡിൽ കൂടെ പോകുന്ന ആൾക്കാരൊക്കെ വിളിച്ചിട്ട് കണ്ണേട്ടാന്ന് ആണല്ലോ കണ്ണേട്ടൻ. കണ്ണേട്ടൻ വിളിക്കുന്ന ആരെ കണ്ണേട്ടൻ? ഈ കണ്ണേട്ടനെ കുറിച്ച് പറയൂ. ആരാണ് കണ്ണേട്ടൻ? കേക്കണ്ടാളെ ഈ ബ്ലോഗ് എന്ത്? എന്റെ ബ്ലോഗിൽ ഞാൻ അതൊക്കെ ഇടും. നിങ്ങളോട് പറയാ എന്റെ ബ്ലോഗ് അല്ല പിന്നല്ലേ അല്ലേ? അത് ഇടും. നമ്മുടെ ചാനൽ, അടുത്ത കോമഡി ചാനലിന്റെ ആയിട്ടുള്ള അഭിഷേക് കൃഷ്ണമൂർത്തി 36 വയസ്സ്, അവിവാഹിതൻ, 2 ലക്ഷം രൂപ മാസം ശമ്പളം. വധുവിനെ തേടുന്നുണ്ട്. എക്കോസ്പോർട്ട് സ്വന്തം. അതെ, ആദ്യം കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. അത് ഡിവോഴ്സ് ആയി. വേറൊരു കാസ്റ്റ് ആയതുകൊണ്ട് ഡിവോഴ്സ്ഡ് ആയി. ഇതിപ്പോ ഒരു പ്രശ്നങ്ങളിലൊക്കെ ആയിരുന്നു. കാസ്റ്റിന്റെ പ്രശ്നമല്ല, സ്നേഹം ഇത് നിങ്ങളോട് പറയരുത്. കാരണം എന്താന്ന് വെച്ചാൽ ഇത് വീട്ടുകാർക്ക് പോലും അഭിഷേക് കൃഷ്ണമൂർത്തിക്ക് ഒരു വിവാഹം ആയതും അത് ഡിവോഴ്സ്ഡ് ആയതും ആർക്കും അറിഞ്ഞുകൂടാ, നാട്ടുകാർക്കൊന്നും അറിഞ്ഞുകൂടാ. അഭിഷേക് കൃഷ്ണമൂർത്തി പുങ്കുന്നം പോസ്റ്റ് ഓഫീസ് റോഡ് തൊട്ടപ്പുറത്തെ ഫ്ലാറ്റ്. അഭിഷേക് കൃഷ്ണമൂർത്തി ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ആർക്കും അറിയാം. അതെ, ഓ അഡ്രസ് പറഞ്ഞ് മാറിപ്പോയതുകൊണ്ട് സങ്കടം. എന്താ നോക്ക്, സുന്ദരനാണ്, അതെ, അത് നിർത്തി മതി, കഴിഞ്ഞു. വേണ്ടത് നല്ല സൽസ്വഭാവിയായിട്ടുള്ള സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീ. ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഈ സ്ത്രീ നന്നായിട്ട് സൗന്ദര്യമുള്ള ഒരാളായിരിക്കണം. കാരണം 142ഓളം പെൺകുട്ടികളെ റിജക്ട് ചെയ്ത ഒരു വ്യക്തിയാണ് ഈ അഭിഷേക് കൃഷ്ണമൂർത്തി എന്ന് പറയുന്നത്. അഭിഷേക് കൃഷ്ണമൂർത്തി നമുക്കൊന്ന് കാണിച്ചാലോ? പെണ്ണ് കിട്ടാത്തതുകൊണ്ടാണ് അഭിഷേക് കൃഷ്ണമൂർത്തിനെ റിവീൽ ചെയ്യാൻ പോവാണ്. അഭിഷേക് കൃഷ്ണമൂർത്തി ആരാണെന്ന് കാണിച്ചു തരാൻ പോവാണ്. ഓക്കെ, റെഡി? 1 കാണിക്കട്ടെ. കാണിക്കട്ടെ, എന്താണ് പറയാ? കാണിക്കട്ടെ. പിന്നെ കൈ കാണിക്കാം.
ഗൈസ് അങ്ങനെ നിങ്ങൾ തലചാടിച്ചിരിക്കും ഗൈസ്. നമ്മളങ്ങനെ ഫുഡ് അടിക്കാൻ കായ്സിലെത്തിക്കാണ്. നല്ല അടിപൊളി ബിരിയാണി മേടിച്ചു തരാന്ന് ഇവര് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ബിരിയാണി കിട്ടുമെന്നൊന്നും അറിയില്ല. എന്ത് ബിരിയാണി? റാവുത്തർ ചേട്ടന്റെ ബിരിയാണി. നമുക്ക് കഴിക്കട്ടെ. ഇവിടുത്തെ റോഡ് പണി പെട്ടെന്ന് കഴിയുന്നുണ്ട് കണ്ടോ. ഫുൾ കഴിഞ്ഞു. പോയി കഴിക്കട്ടെ കേട്ടോ. അങ്ങനെ ഈ അച്ചാറ് വന്നു. ഈ അച്ചാർ വിളിപ്പിച്ചേട്ടനാണ് സലാഡ് വന്നു, അച്ചാറ് വന്നു. ഇവിടെ സർലാസ് എന്നാണ് പറയാ. നിങ്ങളോട് എന്താ പറയുന്നത് കമന്റ് ഉണ്ട്. ഇതാണ് അഭിച്ചേന്റെ കൈകള്. അഭിച്ചേന്റെ മലമ്പുഴ കൈകൾ ഇതാണ്. ഇത് അച്ചാറിന്റെ എന്റെ കൈകൾ. അതെ, അങ്ങനെ ഞങ്ങൾ അഭിച്ചേന്റെ മുഖം കാണിച്ചിരിക്കും അന്നൊരു നാൾ. എന്റെ കല്യാണത്തിന് കാണിക്കും ഞാൻ. അപ്പൊ ഓക്കെ ഗൈസ്, ബിരിയാണി വരട്ടെ. നെയ്ച്ചോറും ബീഫും അങ്ങനെ ബിരിയാണി വന്നിട്ടുണ്ട്. പപ്പട ബസ്റ്റ് അടിപൊളി ബിരിയാണിയാണ് കേട്ടോ. ബിരിയാണിക്ക് ഇതറ പപ്പടം വേണ്ട. ബിരിയാണിയാണോ? ഇതിന് ചൊറുതിലെ പോവാൻ ഇതാഫല്ലേ ചേട്ടാ? ഇത് കൂടാ ചൂടുണ്ട്. അത് പ്രിയാൻ പറ്റിയ ബിരിയാണി തയ്യാപ്പിച്ചേട്ട സ്വഭാവം എങ്ങനെയാണ്ടോ? താപ്പിച്ചേട്ടാ ഞാൻ മുഖം കാണിക്കും. കാണിച്ചു തന്നോ? ഇപ്പൊ ഞാൻ മുഖം കാണിക്കും. അതിലൊരു പീസ് എടുക്കാൻ പോണു. അതെ പറയൂ. ഇവിടെ ഒരു ബിരിയാണി കിട്ടാ. എന്നിട്ട് എന്റെ ബിരിയാണി നിർത്തി കഴിക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ. അതാണ് നമുക്ക് കഴിക്കട്ടെ കേട്ടോ. നമ്മള് ഓക്കെ കഴിച്ചിട്ട് അഭിപ്രായം പറയാം. കാണുന്നോ ശംചേട്ടാ? കറക്റ്റാണോ? ഇങ്ങനെയാ? ഓക്കെ, നമുക്ക് ബിരിയാണി കഴിച്ചു നോക്കാം. ടേസ്റ്റ് ഉണ്ടോന്ന് അറിയാം. നോക്ക് കണ്ട, ഇതാണ് സ്വഭാവം. കൈന്നെടുത്തോണ്ടാണ്ട കണ്ടില്ലേ ഗൈസ് നിങ്ങള്? കൈ കണ്ടോ? ഇതാണ് അഭിഷേക് ശ്രീകുമാർ. അയ്യോ കേക്കണ്ട അഭിഷേക് ചേട്ടൻ. അഭിഷേക് കൃഷ്ണമൂർത്തിയുടെ സ്വഭാവം. കൃഷ്ണമൂർത്തി അല്ലേ? രാമമൂർത്തിയുടെ മൂത്രപുത്രൻ കൃഷ്ണമൂർത്തി. സോറി ഗൈസ്, സോറി. അപ്പൊ ഗൈസ് നമ്മൾ ഇവിടുന്ന് ഫുഡൊക്കെ അടിച്ച് വയറ് നിറഞ്ഞു. നമ്മള് തിരിച്ചു പോവാണ്. ബിരിയാണി ആയിരുന്നു. ബിരിയാണി കുഴപ്പമുണ്ടായിരുന്നില്ല, അടിപൊളി ബിരിയാണി ആയിരുന്നു. കാർ എടുക്കുന്നത് അഭി കൃഷ്ണമൂർത്തിയാണ്. കാർ ഡ്രൈവർ വണ്ടി വിടൂ. ഡ്രൈവർ വിടു വണ്ടി. തോംസൺ കസേലിക്ക് പോയേനപ്പോ ഞാൻ കമ്മന്നടിച്ചു. ഗൈസ് ഇവരെ കൂടെ ഇനി നാളെ തൊട്ട് ഞാൻ ഇവിടെ വായ നോട്ടത്തിന്റെ PhD എടുത്ത ആൾക്കാരാണ്. വണ്ടി അയ്യേ വിറ്റുകള് ഭയങ്കര കോഴികളാണ് ഗൈസ്. ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് ആ നഗ്ന സത്യം. ഈ അഭിഷേക് കൃഷ്ണമൂർത്തി വയസ്സായാലും കോഴിത്തരത്തിന് ഒരു കുറവില്ല. അതുപോലെ ജയദീപേ ശ്യാമളനും അതെ അങ്ങനെയാണ്. എന്താണ് ഇവരിങ്ങനെ ആ ഫ്രണ്ടിൽ പോണ ചേച്ചിമാരെ വായ നോക്കി നിൽക്കുന്നു. ഇത്രയും മ്ലേച്ഛമായ ആൾക്കാരുടെ കൂടെയാണ് ഞാൻ സഞ്ചരിക്കുന്നത്. ഒരു ബിരിയാണി കഴിച്ചത്, ഷട്ടിൽ കളിക്കുന്നത്. വളരെ മോശം. നോമിൽ ഇതൊന്നും പിടിക്കില്ല. ഇപ്പോഴും അഭിച്ച ഇവിടെ അവിടെ വിട്ടു പോന്നിട്ടില്ല ഗൈസ്. നോക്കൂ ഗൈസ്. ഓ അതെ, അവരെ നോക്കിയിട്ട് ഉറങ്ങുക. എന്താ ഉറക്കം പറ്റിയ സാധനം. ഫുൾ ടൈം ഗൈസ് ഡയറ്റാന്ന് പറഞ്ഞിട്ട് ഫുൾ ടൈം അടിയോട് അടി. ഇപ്പൊ 3 ചായ പറഞ്ഞു, ബൂസ്റ്റ് പറഞ്ഞു. അയ്യോ വിത്തൗട്ട് ഷുഗർ തന്നെ. ചായ ഇഷ്ടമാണോ ഇവിടുത്തെ? നിങ്ങളിത് എങ്ങടാ? സ്ഥലമുണ്ടോ വയറില്? ചിക്കൻ പക്കോട കേട്ടോ. എനിക്ക് ഉള്ളില്ല. നിങ്ങൾ കഴിക്കില്ല? ആ അവിടെ ആരും കഴിക്കില്ല. ഒറ്റയ്ക്ക് കഴിക്കുന്ന അഭിച്ചേട്ടൻ. നോക്കിയിരിക്കുന്ന നമ്മുടെ ശ്യാമളൻ, ഇപ്പുറത്തിരിക്കുന്ന അബി, അപ്പുറത്തിരിക്കുന്ന ശശി. ഇവിടെ ചായ കുടിക്കുന്നില്ലേ? ബ്ലാക്ക്. ഓ എന്നത് ചിക്കൻ പക്കോട. ടീയാ? എന്ത് ടീയാ? സുന്ദരമായി കയ്യാ പിച്ചേട്ടൻ. ചായ കടിക്ക്. നല്ല ഭയങ്കര കാര്യമില്ല. കടിക്ക്. അഭിഷേക് കൃഷ്ണമൂർത്തിയുടെ കൈ കാണിക്കും. അപ്പൊ ഗൈസ് നമ്മള് വീണ്ടും ഷട്ടിൽ കളിക്കാൻ പോവാണ്. ഇത്രയും ഫുഡ് അടിച്ച് കയറ്റിട്ടേ ഒരു വർക്കൗട്ട്
ശശിയേട്ടൻ അറിയാത്ത എന്താ കാരണം അറിയോ? നിങ്ങൾ എന്താ കയ്യെ പിടിക്കുക? ആരുടെ കൈ? അതെ. ശ്ശീ. ഓ, ചേട്ടന്റെ കൈ അടിച്ചേ, അവിടെ അങ്ങട് ഒഴുകിയാ. അത് ശരി. കൈ ഇതിന്റെയല്ലേ? അപ്പൊ guys, ശശിയേട്ടനോട് വികാരം പുള്ളിക്കുന്നതായി കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോ ഷട്ടിൽ കളിക്കാൻ പോവാണ്. ഷട്ടില്? പിന്നെ എന്തിട്ടേ കൊക്കെ ബാഡ്മിന്റനാ. ഓക്കെ, ബാഡ്മിന്റൺ അഭിഷേക് കൃഷ്ണമൂർത്തിയുടെ കൂടെയാണ് നമ്മൾ ഇന്ന് പോകുന്നത് കളിക്കാൻ. അഭിഷേക് കൃഷ്ണമൂർത്തി പറയുന്നു ഞാൻ വൊമിറ്റ് ചെയ്യുന്നുള്ളത്. എന്നിട്ട് വെളിയുമ്പളേ ഇവനാണ് മൂർത്തി. നമ്മളിതാ വീണ്ടും കോർട്ടിലെത്തിയിരിക്കുന്നു. ഉച്ചക്കെത്തിയ കോർട്ടിലേക്ക് വീണ്ടും 7 മണിക്ക് എത്തിയിരിക്കുന്നു ഗൈസ്. നമ്മളിപ്പോ 2 കളി കളിക്കട്ടെ ഷട്ടില്. ഓക്കെ, വണ്ടി കൊടുത്തിരിക്കും ആൾക്കാരാ നോക്കാലോ. അവിടെ മീറ്റിംഗിന് വന്ന ആൾക്കാരാണെങ്കിലോ ഗൈസ്, ഇവർക്ക് ഒരു കൃത്യനിഷ്ഠതയില്ല, ഉത്തരവാദിത്തം ഇല്ലാത്ത ആൾക്കാരെ കൂടെയാണ് ഞാനിപ്പോ ഈ വണ്ടിയിൽ കയറിയിരിക്കണം. സത്യം പറയാലോ, ഞാൻ സീരിയസ് ആയിട്ട് പറയണം കേട്ടോ. കളിക്കാൻ ഷട്ടിൽ കളിക്കാൻ പോയിട്ട് അവിടെ വണ്ടി പറക്കാനില്ല അതുകൊണ്ട് ഇങ്ങോട്ട് തിരിച്ചു പോകണം. കഴിച്ച ഫുഡൊന്നും തയ്ക്കാൻ വേണ്ടിയിട്ടാണ് പറയണത്. ഇവരൊക്കെ നല്ല വണ്ണം വെച്ചിട്ടുണ്ട് 3 ആൾക്കാരും. എന്നിട്ട് ഇവരൊന്ന് വണ്ണം കുറപ്പിക്കാൻ നോക്കുമ്പോ അത് സമ്മതിക്കുന്നുണ്ട്. എന്തൊക്കെ ശരി വലിയ ഗമ. കൃഷ്ണമൂർത്തി എന്ന് പറഞ്ഞ ആളെ ഞാൻ കാണിച്ചുതരാം, ഇപ്പൊ കാണിച്ചുതരാം കേട്ടോ. ഞാൻ അതിൽ എന്റെ ഒരു വീഡിയോ ഫോട്ടോ ഉണ്ട്, ഞാൻ അത് ടാഗ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഞാൻ കാണിച്ചു കൊടുക്കും. ഇപ്പൊ ഞാൻ ക്യാമറ തിരിക്കും. എനിക്ക് റോട്ടിൽ ഷട്ടിൽ കളിക്കണം. നടക്കില്ലേ നിങ്ങളുടെ റോട്ടിൽ ഷട്ടിൽ കളിക്കാം? നമ്മൾ അവിടെ കളിക്കും, റോട്ടിലെങ്കിലും കളിക്കും. എപ്പൊ പറഞ്ഞാന്നറിയോ, കഴിക്കുക, ഫുഡ് അടിക്കുക, ഇതാക്കുക, വണ്ണം വെക്കുക. പോയേ നിങ്ങള് പിന്നെ അല്ലാണ്ട് ശ്യാമചേട്ടനായിട്ടുള്ള ഞാൻ ബന്ധം ഇവിടെ വെച്ച് നിർത്തിയിരിക്കുന്നു. ഗുഡ് ബൈ. ഇറങ്ങി പോ, ഷട്ടിൽ കളിക്കാൻ പോകത്തുണ്ട്. ഇറങ്ങി പോകാറിയുന്നു. ഇതാണ് നമ്മുടെ ശ്യാമളന്റെ വീട്. ശ്യാമളന്റെ വീട് തിരുവാമ്പാടി അമ്പലത്തിന്റെ അവിടെയാണ്. ശ്യാമളൻ മുപ്പാട്ടൻ. ശ്യാമളൻ ആരത്? മുപ്പാട്ടൻ ആരാണ്? ശ്യാമളൻ. ശ്യാമളൻ ആരാണ്? മുപ്പാട്ടൻ ശ്യാമളൻ. ഓക്കെ, ശ്യാമുളൻ. ഓക്കെ ഓക്കെ, ബൈ. അപ്പോൾ ഗൈസ്, നമ്മളിതാ അങ്ങനെ വീട്ടിലൊക്കെ വന്ന് കയറി. എന്തായിരുന്നു ഒരു ദിവസം മൊത്തം പോയി. അവരെന്നെ ഷട്ടിൽ കളിക്കാൻ രാത്രിക്കും കൊണ്ടുപോയില്ലേ ഗൈസ്. എന്നെ പറ്റിച്ചു, എൻ്റെ കുഞ്ഞു മനസ്സ് വരച്ചു. കുഴപ്പമില്ല, എനിക്ക് അവസരം വരും, നീ നോക്കിക്കോ. അങ്ങനെ നമ്മൾ ഇന്നത്തെ ഷട്ടിലിൻ്റെ ഫുള്ളൊരു ദിവസം ഷട്ടിൽ കളി, ഫുഡ് അടി, അങ്ങനെ ആയിട്ട് പോയി. ഷട്ടിൽ കളിക്കുക, ഫുഡ് അടിക്കുക, ഷട്ടിൽ കളിക്കുക, ഫുഡ് അടിക്കുക. ഇത് എന്താ അവസ്ഥ? നമ്മുടെ സൺഡേ ഇന്ന് ഇങ്ങനെ കഴിഞ്ഞ് കിട്ടി. എന്തൊരു വിധി ഇത്. അപ്പോൾ വീഡിയോ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ ഷട്ടിൽ കളിക്കുന്നതും പിന്നെ അവിടെ എവിടെയൊക്കെ കുറ്റം പറഞ്ഞ് നമ്മളെ അഭിചേട്ടനെ ഓരോ കളിയാക്കുന്നതും കാര്യങ്ങളൊക്കെയാണ്. വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ബൈ.